الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على محمد وعلى آل محمد. أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يقول يا ليتني قدمت لي حياتي فيومئذ لا يعذب عذابه أحد. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തണേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. നാളെ പരലോകത്ത് ഒരു മനുഷ്യനെ അള്ളാഹു ഹിസാബ് നടത്തുമ്പോ ആദ്യമായി ഹിസാബ് നടത്തുന്നത് ഒരു മുഅ്മിനെ, ഒരു മുവഹിദിനെ, ഒരു മുജാഹിദിനെ ആദ്യമായി ഹിസാബ് നടത്തുന്നത് അവന്റെ നമസ്കാരത്തെ കുറിച്ചായിരിക്കും. നമസ്കാരത്തെ കൃത്യമാണോ അല്ലേ, നിർവഹിച്ചിട്ടുണ്ടോ, നമസ്കാരത്തിന് വല്ല ന്യൂനതകളും പോരായ്മകളും ഉണ്ടോ എന്നിത്യാദി കാര്യങ്ങളെല്ലാം ആ ഹിസാബിൽ കടന്നു വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു വാക്കിലൂടെ പറഞ്ഞു, അങ്ങനെ ആ ഹിസാബ് നടത്തുമ്പോ ചില ആളുകളുടെ നമസ്കാരത്തിൽ ചില ന്യൂനതകൾ, ചില പോരായ്മകൾ അത് കാണുമെന്നും, അങ്ങനെ കാണുമ്പോ അത് സ്വീകരിക്കാൻ പറ്റുമോ പറ്റില്ലേ, ഏത് ഭാഗത്തിലാണത് എഴുതേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മലക്കുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഒരു അറിയിപ്പ് വരും. എന്റെ അടിമ, അദ്ദേഹം ഫർദ് നമസ്കാരത്തിന് പുറമെ, നിർബന്ധ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ. അങ്ങനെ ആ സുന്നത്തായ കാര്യങ്ങൾ അവനിൽ നിന്ന് എടുത്ത് ഈ നിർബന്ധ കാര്യങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി ഹദീസിൽ കാണാം. ഇവിടെ നമ്മുടെ വിഷയം ഇന്ന് സുന്നത്തിനെ പതിവാക്കുക എന്ന. നിർബന്ധമായ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ അതിന്റെ തുടക്കത്തിലും അതിന്റെ ആദ്യത്തിലും അതുപോലെ അതിന്റെ അവസാനത്തിലും അതിന്റെ മുമ്പിലും പിമ്പിലും പലതിലും സുന്നത്ത് നമുക്ക് കാണുന്നുണ്ട്. നമസ്കാരങ്ങളുടെ മുമ്പും പിമ്പും, അതുപോലെ തന്നെ റമദാൻ നോമ്പിന്റെ മുൻപ് ശഅബാൻ മാസത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയപ്പോ അവിടെ നമ്മൾ പഠിച്ചത്, ആ സമയത്ത് റസൂലുള്ളാഹി നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു. റമദാൻ കഴിഞ്ഞാൽ റമദാനിന്റെ പിന്നിലായി 6 ദിവസം നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ ഓരോ നിർബന്ധങ്ങളുടെയും പിന്നില് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ പിന്നിലുള്ള പൊരുൾ ഇതാണ്: പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാനും തന്നെയല്ല അതിലൂടെ സ്വർഗം കരസ്ഥമാക്കാനും. റബീഅത്ത് റളിയല്ലാഹു അൻഹു എന്ന സഹാബി റസൂലുള്ളാഹിയോട് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹിയുടെ രാത്രി സമയങ്ങളിൽ അവിടേക്ക് ഖിദ്മയായി കൊണ്ട്, ഒരു ഖാദിമായി കൊണ്ട് ജീവിച്ചിരുന്ന റബീഅത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, പറയാനുള്ളത്, നാളെ പരലോകത്ത് നിങ്ങളുടെ കൂട്ടുകാരനായി കൂടി ജീവിക്കണം, അതിനുവേണ്ടി എനിക്ക് ദുആ ചെയ്യണമെന്ന്. റസൂലുള്ളാഹി പറഞ്ഞത്, റബിയ, ഞാൻ ദുആ ചെയ്യാം, പക്ഷേ അഇന്നി അലാ സാലിക ബികസ്റത്തി സുജൂദ്, ആരാധനകൾ വർദ്ധിപ്പിച്ച് നിങ്ങൾ എന്നെ സഹായിക്കണം. എന്റെ പ്രാർത്ഥന നിങ്ങളുടെ വിഷയത്തിൽ സ്വീകരിക്കാൻ നിങ്ങളിൽ നിന്ന് പുണ്യകർമ്മങ്ങൾ ധാരാളമായി ഉണ്ടാവണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ സുന്നത്ത് കാര്യങ്ങൾ പറയുമ്പോ നമ്മളതെന്താണ്, പല ആളുകളും നിസ്സാരവൽക്കരിക്കുന്നുണ്ട്. സുന്നത്തല്ലേ, അത് ചെയ്യേണ്ടതില്ല, അത് സുന്നത്തിനോടുള്ള അവഗണനയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുമ്പോ അവിടുന്ന് ചെയ്ത സുന്നത്തുകള് പരമാവധി അതിന്റെ ഒരു ചുരുങ്ങിയ രൂപത്തിലെങ്കിലും
നിർവഹിക്കുക എന്നുള്ളത് പുണ്യമായി നാം കാണണം. ഉദാഹരണം പറയാം, നമ്മൾ തറാവീഹ് നിസ്കരിക്കുമ്പോ ഒന്നാമത്തെ റക്അത്തിലൊക്കെ ഒരു പക്ഷേ ദുആഉൽ ഇഫ്തിതാഹ് നമ്മൾ ചൊല്ലിയിരിക്കാം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദി എന്നുള്ള ദുആ നമ്മൾ ചൊല്ലിയിരിക്കാം. പിന്നെ അത് കഴിഞ്ഞാലോ 2 റക്അത്ത് കഴിഞ്ഞ് വീണ്ടും സലാം വീട്ടി വീണ്ടും നിസ്കരിക്കുന്ന സമയത്ത് എത്ര ആളുകൾ ദുആഉൽ ഇഫ്തിതാഹ് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പറയുന്ന ന്യായം എന്താ? അവിടെ സമയമല്ലല്ലോ, അതെല്ലാം കൂടെ ചൊല്ലിയെടുക്കാൻ സമയം കിട്ടുമെന്ന്. അങ്ങനെ ഒരു സുന്നത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം തുടങ്ങി തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ശേഷം ഈ പ്രാർത്ഥനകൾ ചെറുതോ വലുതോ ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയിരുന്നു. അപ്പൊ പിന്നെ ഒരു സംശയം എന്താണോ, തറാവീഹ് അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നതൊക്കെ അങ്ങനെ ഒന്നിന്റെ ബാക്കി ഒന്നായിട്ട് അങ്ങനെ പോകല്ലേ. അപ്പൊ ഇത് പിന്നെ ആദ്യത്തേല് പോരെ. ചില ആളുകളുടെ ഇഷ്കാലം അങ്ങനെയാണ്. അങ്ങനെയല്ല, ഇവിടെ 2 റക്അത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തുപ്പാൻ പുറത്തേക്ക് പോകാം, വെള്ളം കുടിച്ചാൽ പുറത്തേക്ക് പോകാം, വർത്താനം പറയാൻ അപ്പുറത്തേക്ക് പോകാം, വേണമെങ്കിൽ പള്ളിയുടെ പുറത്തേക്ക് പോകാം, ഇതൊക്കെ പറ്റുന്നു. ഇവിടെ ഈ 2 റക്അത്ത് കഴിഞ്ഞ് പിന്നെ നിസ്കരിക്കുമ്പോ അവിടെ ഈ ഒരു കാരണം കണ്ടിന്യൂയിട്ട് പോകുന്ന നിസ്കാരമല്ലേ, അതുകൊണ്ട് ഇത് വേണ്ട എന്ന് പറയുന്നത് അതൊരു തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സുന്നത്ത് നമസ്കാരത്തിലും ദുആഉൽ ഇഫ്തിതാഹ് പ്രാരംഭ പ്രാർത്ഥന ചെറുതെങ്കിലും ചെറുത് അവിടുന്ന് പാരായണം ചെയ്തിരുന്നു. വലിയത് വേണമെന്ന് ഞാൻ പറയില്ല, ഒരു ചെറുതെങ്കിലും ആ സുന്നത്തിനെ ശ്രദ്ധിക്കാൻ, ആ സുന്നത്തെ ഹയാത്താക്കാൻ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. അതുപോലെ തന്നെ നിസ്കാരത്തിൽ കൈകൾ ഉയർത്തുന്ന കാര്യത്തില് വളരെ ഗൗരവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. നിസ്കാരത്തിൽ ആകെ കൈ ഉയർത്തുന്നത് 4 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അല്ലാഹു അക്ബർ എന്ന് കൈ ഉയർത്തേണ്ടത് ആകെ 4 സ്ഥലങ്ങളില്. അഥവാ ഒന്ന് നിസ്കാരം തുടങ്ങുമ്പോൾ തന്നെ തക്ബീറത്തുൽ ഇഹ്റാമില് അവിടെ നമ്മൾ കൈ ഉയർത്തുന്ന സമയത്ത് കയ്യിന്റെ ഉൾഭാഗം നേരെ ഖിബിലയിലേക്ക് പോകണം. ആ കൈ നിൽക്കേണ്ടത് ഒന്നുകിൽ ചുമലിന്റെ നേരെയാണ്, അതല്ലെങ്കിൽ ചെവിയുടെ നേരെ. ഈ രൂപത്തിലാണ് ഖിബിലയിലേക്കാക്കിക്കൊണ്ട് ഈ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തിയിരുന്നത്. പക്ഷെ നമ്മൾ ഉയർത്തുന്നത്, നമ്മൾ പലപ്പോഴും പല ആളുകളും എന്തോ അബദ്ധം, അല്ലാഹു അക്ബർ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക നിലത്തിലുള്ള ഉയർത്തലാവുമ്പോ അത് ആ സുന്നത്തിനെ അവഗണിക്കൽ കൂടെ ആകും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ പിന്നെ നബി കൈ ഉയർത്തിയിരുന്നത് പിന്നെ ഫാത്തിഹ സൂറത്തൊക്കെ കഴിഞ്ഞ് റുക്കൂയിലേക്ക് പോകുന്ന സമയത്താണ്. അതും കൈ ഈ രൂപത്തിൽ തന്നെയാണ് ഉയർത്തേണ്ടത്. കൈ ഉയർത്തേണ്ടത് ഈ രൂപമാണ്, അല്ലാഹു അക്ബർ. പിന്നെ സമയ അല്ലാഹു ലിമൻ ഹമിദ ഉയർന്ന സമയത്തും. പിന്നെ ഉള്ളത് 2 റക്അത്ത് കഴിഞ്ഞ് 3-ാം റക്അത്തിലേക്ക് എണീക്കുമ്പോഴാണ്. ചില ആൾക്കാര് 1-ാം റക്അത്ത് കഴിഞ്ഞ് 2-ാം റക്അത്തിലേക്ക് എണീക്കുമ്പോഴും അതുമായി തന്നെ 3-ാം റക്അത്ത് കഴിഞ്ഞ് 4-ാം റക്അത്തിലേക്ക് എണീക്കുമ്പോഴൊക്കെ കൈ ഉയർത്തുന്നത് കാണാം. തെറ്റിദ്ധരിച്ചതാ. അങ്ങനെ ഒരു സുന്നത്തില്ല. അപ്പൊ സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന അതേ രൂപത്തിൽ തന്നെ, കാണിച്ചു തന്ന അതേ സമയത്ത് തന്നെ അതേ രൂപത്തിൽ നമ്മൾ ചെയ്യാം. അല്ലാഹു പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും അല്ലാഹു തആല സൃഷ്ടിച്ചത് നമ്മൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു എന്നറിയാനാ. ഏതാ നല്ല നിലയിൽ പ്രവർത്തിക്കല്? സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ്. തന്നെയല്ല, ഈ സുന്നത്ത് നമ്മൾ പതിവാക്കിയാല് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമായിരിക്കും നമ്മളെ. നിർബന്ധ കാര്യങ്ങൾക്ക് ശേഷം സുന്നത്ത് ചെയ്യുന്നതിലാണ്. അങ്ങനെ ഹദീസ്, വിശാലമായ ഒരു ഹദീസില് അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി അത് വിശദീകരിക്കുന്നുണ്ട്. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം അദ്ദേഹത്തിന്റെ അൽ അസ്കിയ എന്ന ഗ്രന്ഥത്തില് അത് അദ്ദേഹം കവിതയാക്കിയത് ഇങ്ങനെ: വസാല അബ്ദി ബിൻ നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദം വൽ അർജുല വസംഅ മിൻഹു സുമ്മ ഐനൻ ബാസിറ ഐ മിസ്ല ദാലിക ഫിൽ മതാലിബി അർവല. ഒരാൾ സുന്നത്ത് കാര്യങ്ങളുമായി അള്ളാഹുവിലേക്ക് അടുത്താൽ ആ കാര്യങ്ങൾ നിർവഹിച്ച് ലാസ്റ്റ് അള്ളാഹു അവന്റെ കയ്യാവും, അവന്റെ കാലാവും, അവന്റെ കണ്ണാവും എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ ആശയാണ്. അതിന്റെ ആശയം എന്താ? അവന്റെ കണ്ണ് കൊണ്ട് അവൻ തെറ്റ് ചെയ്യില്ല, കാലുകൊണ്ട് തെറ്റിലേക്ക് നടക്കില്ല,
കൈകൊണ്ട് തെറ്റ് പ്രവർത്തിക്കില്ല, തെറ്റിലേക്ക് നോക്കില്ല തുടങ്ങി ഒരു മുവഹിദായിട്ട്, ഒരു നല്ലൊരു മുത്തഖിയായിട്ട് ജീവിക്കും. അങ്ങനെ ആണ് അവൻ ഔലിയ എന്ന പേരിലേക്ക് എത്തുന്നത്. അവനാണ് ഔലിയാക്കൾ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അതിന് മൂല്യരാവണ്ട, അതിന് തങ്ങളാവണ്ട, അതിന് ബീവിയാവണ്ട, അതിന് മറ്റു വല്ലൊന്നും ആവണ്ട. നമ്മളെ തെങ്ങുമ്പോ കയറുന്ന ആൾക്കാർക്കും, നമ്മളെ പാടത്ത് കൈക്കോട്ട് വെത്തുന്ന ആൾക്കാർക്കും, പറമ്പിൽ കൈക്കോട്ട് വെത്തുന്നവർക്കും, നമ്മൾ അറബി കോളേജിൽ പഠിക്കുന്നവർക്കും എല്ലാവർക്കും ഈ സുന്നത്തുകൾ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവാം? അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സെത്തുകയും അങ്ങനെ എത്തുന്ന ആളുകൾക്കാണ് അള്ളാഹ് ഔലിയ എന്ന പേരിട്ടുള്ളത്. അവർ പിന്നെ എല്ലാ കാര്യവും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹദീസിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നൽകുന്ന ഒരു പാഠമുണ്ട്. സുന്നത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അള്ളാഹ് ചോദിക്കും, എന്ത് ചെയ്യാതിരുന്നത്? പരലോകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ, ഞാൻ രോഗിയായി കിടന്നല്ലോ, അന്ന് നീ എന്നെ സന്ദർശിക്കാതിരുന്നത്? അള്ളാഹ് നമ്മോട് ചോദിക്കും. അപ്പൊ നമ്മൾ അള്ളാഹിനോട് പറയും, പഠിച്ചോൻ നീ റബ്ബുൽ ആലമീനല്ലേ, നീ എനിക്ക് രോഗാകുമോ? അതെ, എന്റെ ഒരു അടിമ നിന്റെ അയൽപക്കത്ത്, നിന്റെ തൊട്ടടുത്ത് രോഗമായി കിടന്നപ്പോ നീ അവരൊന്ന് സന്ദർശിച്ചൂടായിരുന്നോ? എങ്കിൽ നിനക്ക് എന്നെ മനസ്സിലാക്കാമായിരുന്നു, എന്നെ കാണാമായിരുന്നു, എന്നെ അറിയാമായിരുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ രോഗിയെ സന്ദർശിക്കൽ സുന്നത്താണ്. ആ സുന്നത്ത് പോകാത്തതിനാണ് അള്ളാഹു നമ്മെ ഇവിടെ വെച്ച് പരലോകത്ത് വെച്ച് ആക്ഷേപിക്കുന്നത്. അപ്പൊ സുന്നത്ത് ഒഴിവാക്കുക എന്നുള്ളത് അതൊരു ആക്ഷേപകരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. നമ്മൾ സുന്നത്തിനെ അവഗണിക്കല് റസൂലുള്ളാഹിയെ അവഗണിക്കലാണ്. സുന്നത്തിനെ സ്നേഹിക്കൽ റസൂലുള്ളാഹിയെ സ്നേഹിക്കലാണ്. അള്ളാഹു പ്രവാചകനെ സ്നേഹിക്കാനും ആ പ്രവാചകന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ഭാര്യമാർക്കും മക്കൾക്കും ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.